വെൽക്കം ടു കേരള കിച്ചൺ മോംസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് ഒരു ലിവർ ഫ്രൈ തയ്യാറാക്കിയാലോ. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ചിക്കൻ്റെ ലിവറാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒന്നുകിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ കടുകാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു പിടി കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില എത്രത്തോളം കൂടുതലായിട്ടിടുന്നോ അത്രയും നല്ലതാണ്. ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്. ഞാനിവിടെ ഒരു മീഡിയം പീസ് ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളിയാണ് നന്നായിട്ട് ചതച്ചെടുത്തിരിക്കുന്നത്. ഇത് നല്ല പേസ്റ്റ് പോലെ അരയ്ക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതിയായിരിക്കും. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റി നല്ലതായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇപ്പോൾ നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. യഥാർത്ഥത്തിൽ ഈ തേങ്ങാക്കൊത്ത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇടുന്നതിന് തൊട്ട് മുൻപേ ആയിരുന്നു നമ്മൾ ഇടേണ്ടിയിരുന്നത്. പക്ഷേ ആ സമയത്ത് ഞാൻ വിടാൻ മറന്നുപോയി. അതാണ് ഞാൻ ഇപ്പോൾ ആഡ് ചെയ്തത്. അപ്പോൾ ഈ തേങ്ങാക്കൊത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് നല്ലതായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ചെറിയൊരു ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഒരു 2 സവാളയാണ് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ലിവറിൻ്റെ അളവിനനുസരിച്ച് സവാളയുടെ അളവും കൂട്ടുക. ഇപ്പം ഞാനിവിടെ 1 കിലോ ലിവറാണ് എടുക്കുന്നത്. അപ്പം ഇതിന് വേണ്ടി ഒരു 2 സവാളയുടെ ആവശ്യമേ ഉള്ളൂ. ഇനി കുറച്ച് ഉപ്പൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ സവാള നന്നായിട്ട് വഴന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു ചെറിയ ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. അധികം അങ്ങ് ബ്രൗൺ നിറം വേണ്ട, ഇതേപോലെ ജസ്റ്റ് ഒരു ബ്രൗൺ നിറമായാൽ മതി. ഇനി നമുക്കിതിനകത്തേക്ക് ഓരോരോ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ലതായിട്ട് ഇളക്കി ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ അത് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് അടുത്തായിട്ട് ചേർക്കാനുള്ളത് മല്ലിപ്പൊടിയാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അത് നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. അത് കഴിഞ്ഞ് നമുക്കിതിനകത്തേക്ക് ആഡ് ചെയ്യാനുള്ളത് മുളക് പൊടിയാണ്. ഞാനിവിടെ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്കിതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഇളക്കി അതിൻ്റെ പച്ചമണം നമുക്കൊന്ന് മാറ്റിയെടുക്കാം. നമ്മുടെ പൊടികളൊക്കെ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുരുമുളക് പൊടിയാണ്. ഞാനിപ്പോൾ 2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബീഫൊക്കെ വരട്ടത്തില്ലേ, അപ്പോൾ കുരുമുളക് ഇങ്ങനെ കുറേശ്ശെ ഇട്ടില്ല നമ്മൾ ബീഫൊക്കെ വരട്ടുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ലിവറും വരട്ടിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കുരുമുളക് പൊടി ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിരുന്നത് 2 ടീസ്പൂണാണ്. ഇപ്പോൾ അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ലിവർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ലിവറാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു 2 തൊട്ട് 3 വിസിൽ വരെ കേൾക്കത്തക്ക വിധത്തിൽ ഞാനിത് വേവിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ കണ്ട നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ലിവർ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി ആ മസാലക്കൂട്ടിനകത്തേക്ക് ഈ ലിവർ ഒന്ന് പിടിപ്പിച്ചു കൊടുക്കാം. അത് മസാലക്കൂട്ടൊക്കെ ലിവറിൽ നല്ലതായിട്ട് ചേരണം. അതേപോലെ എല്ലാ ഭാഗത്തേക്കും കിട്ടത്തക്ക വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ആ ലിവറിനകത്തുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയോട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഈ ലിവർ ഫ്രൈ ഡ്രൈ ആക്കി എടുക്കണം. നന്നായിട്ട് ഡ്രൈ ആയി എടുത്താലേ ലിവർ ഫ്രൈക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് കുറേശ്ശെ കുരുമുളക് പൊടി ആഡ് ചെയ്ത് നല്ലതുപോലെ നമുക്കിതൊന്ന് വരട്ടിയെടുക്കാം. ഇതിനകത്തേക്ക് ഞാൻ കുറച്ചുകൂടെ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കറിവേപ്പില ഉണ്ടെങ്കിൽ നന്നായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ കറിവേപ്പില ടേസ്റ്റൊക്കെ അത് ആ മണമൊക്കെ ആ ലിവർ ഫ്രൈക്കോട് കിട്ടുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ലിവർ ഫ്രൈക്ക്. അപ്പം ഇതുപോലെ കുറേശ്ശെയായിട്ട് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കറിവേപ്പിലയൊക്കെ ഇട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് വരട്ടിയെടുക്കാം.
അങ്ങനെ നമ്മുടെ ലിവർ ഫ്രൈ ഇവിടെ ഏകദേശം തയ്യാറായിട്ടുണ്ട്. ഞാനിവിടെ ടോട്ടലായിട്ട് ചേർത്തിരിക്കുന്നത് 6 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. അതുകൂടാതെ തന്നെ ലിവർ വേവിക്കാൻ നേരത്ത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിരുന്നു. അങ്ങനെ ടോട്ടൽ 7 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുരുമുളകിൻ്റെ അളവ് നമ്മുടെ ലിവറിൻ്റെ അളവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇത് നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ലിവർ ഫ്രൈ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.